കുറച്ച് പിസ്തൊക്കെ ഇട്ട് നല്ല രസത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. നല്ല നട്ടുച്ച നാളികേരം കുടിച്ചില്ലെങ്കിൽ പണിയാണ്. ഇത് കണ്ടു ഒരേപോലുള്ള ഒരുപാട് ആനകളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാണ്. അത് ഒരു സൈഡല്ല, രണ്ട് സൈഡല്ല, അപ്പുറത്തും ഇപ്പുറത്തും വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ലക്നൌവിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇമംബാറ എക്സ്പ്ലോർ ചെയ്യാനാണ്. അതായത് ഇന്നലെ നമ്മൾ വേറൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്തു, ഇന്ന് ഇമംബാറ മൊത്തത്തിൽ കവർ ചെയ്യാനാണ്. ഇവിടെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്ലോക്ക് ടവർ ഉള്ളത്. പക്ഷെ ഇത് ഉച്ച നേരമായി എന്തായാലും കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ ഒരു ഇദ്രീസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി ഷോപ്പ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് കഴിച്ചിട്ട് തുടങ്ങാൻ വെച്ചിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ഇദ്രീസ് ബിരിയാണി. ഇവിടെ ഈ നേരത്തെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. സമയം 1 മണിയായിട്ടുണ്ട്. ഇടയ്ക്ക് പുറത്ത് വരെ അവർ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എക്സസ് വന്നിട്ടുള്ള ഓയിൽ കളയുന്നതാണിത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ഷിർമാലും ഒരു മട്ടൻ കുർമയാണ്. ആ മട്ടൻ കുർമയിൽ ഷിർമാൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ. ഇതാണ് ഷിർമാൽ. ഷിർമാൽ ഒരു തരം പാലുകൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡാണ്. ആൻഡ് ഇതാണ് മട്ടൻ കുർമ. ഒറ്റ പീസ് കിട്ടുള്ളൂ, 1/4 പീസാണ്. കഷ്ടിച്ച് അവിടുന്ന് ഫുഡ് കിട്ടേ. എൻ്റെ അമ്മയെ തിരക്ക് എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട തിരക്ക്. എത്ര പേര് എത്ര നേരം വെയിറ്റ് ചെയ്യുന്ന അറിയോ? കിട്ടിയതന്നെ വലിയ കാര്യം. ഞാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇവിടുത്തെ മക്കൻ കോർണറിലാണ്. അതായത് ഒരു ബിരിയാണി കഴിച്ചാൽ ഒരു ഡെസേർട്ട് നിർബന്ധമാണ്. അതും ഈ ഒരു പോയിന്റിന്റെ പേര് മക്കൻ കോർണർ എന്നാണ്. അതായത് ഒരുപാട് മക്കൻ കിട്ടുന്ന ഷോപ്പുകളുണ്ട് ഇവിടെ. അതിൽ ചിലത് ഞാൻ കാണിച്ചാലേ. ആ വിൽക്കുന്നത് മൊത്തം മക്കനാണ്. അവിടെ 1, 2, 3, 4 ഒരുപാട് മക്കൻ കിട്ടുന്ന കടകളാണ് ഇവിടെ ഉള്ളത്. കടകളെന്നല്ല, ചെറിയ മക്കൻ ഷോപ്പുകളാണ്. ഇത് വലിയ പ്ലേറ്റിന് 80ഉം ചെറിയ പ്ലേറ്റിന് 40ഉം ആണ്. കണ്ടോ, ഇതാണ് സാധനം. ഇത് ഗ്രാമിൽ നമുക്ക് തൂക്കിയിട്ട് തരാം. സോ ഇതാണ് മക്കൻ. ഇങ്ങനത്തെ മക്കൻ കൊടുക്കുന്നതാണ് ഒരുപാട് ഷോപ്പുള്ളത്. ഇതൊരു തരം മിൽക്ക് പ്രൊഡക്റ്റാണ്. കണ്ടോ, ഒരു തരം മിൽക്ക് പ്രൊഡക്റ്റാണ്. അതിൽ കുറച്ച് ബദാമൊക്കെ ഇട്ട് കുറച്ച് പിസ്തൊക്കെ ഇട്ട് നല്ല രസത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സെയിം മക്കൻ തന്നെ നമുക്ക് പാൽ തരും. അത് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഇതൊരു കോർണർ തന്നെ കാരണം ഇങ്ങനെ പ്രത്യേകിച്ച് ഷോപ്പൊന്നുമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങി കുടിക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. മധുരം കറക്റ്റാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും മക്കൻ്റെ കടകളാണ്. ലക്നൗ വന്നാൽ മിസ്സാക്കരുത് കേട്ടോ. ഇതൊരു ജമ്മായി എനിക്ക്. മപ്പ് പിടികൾ അത്രയും കുടിച്ചു. ഞാൻ ഒരു ഗ്ലാസും കുടിച്ചു, ഒരു പ്ലേറ്റ് മക്കനും കഴിച്ചു. നമ്മൾ ക്ലോക്ക് ടവർ കാണാൻ വന്നപ്പോൾ 3 ചേട്ടന്മാർ നമ്മളെ പരിചയപ്പെടാൻ വന്നിട്ടുണ്ട്. കമാൽ പാഷ, തഫ്സീറുൽ പാഷ, അക്ഷയ്. കണ്ടോ ചേട്ടന്മാരെ എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു തന്നു, നോക്കേണ്ട ഫുഡുകൾ പറഞ്ഞു തന്നു. താങ്ക് യു ഭയ്യ. ഓക്കെ ഫോർ എവരിത്തിങ്. ടാറ്റ. അടുത്ത് നമ്മളൊരു പടുകൂറ്റ സാധനം കാണാനാണ് വന്നിരിക്കുന്നത്. ടോളസ്റ്റ് ക്ലോക്ക് ടവർ ഇൻ ഇന്ത്യ, ഹുസൈനാബാദ് ക്ലോക്ക് ടവർ, ലക്നൗ. കണ്ടോ 67 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇത് വിക്ടോറിയൻ ആൻഡ് ഗോത്തിക് സ്റ്റൈലൊക്കെ ഉണ്ടായിട്ടുള്ളത്. 1981 റിച്ചാർഡ് ബോസ്കെൽ ബൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പല സ്ഥലത്തും ക്ലോക്ക് ടവറുകളുണ്ട്, പക്ഷേ 67 മീറ്റർ ഹൈറ്റുള്ള ക്ലോക്ക് ടവർ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലുത് ഓഫ് കോഴ്സ്. ഇതിന് മുന്നേ എനിക്ക് ഓർമ്മയുള്ളത് രജബായ് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞിട്ട് മുംബൈയിലൊരു ക്ലോക്ക് ടവർ ഉണ്ട്. അതായിരുന്നു അത്യാവശ്യം നല്ല ഹൈറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിലും വലുതാണെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ഘണ്ടാഘർ തലാബ്. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. ആ സ്റ്റെപ്പുകൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം നമ്മൾ പറയില്ലേ. സ്റ്റെപ്പായിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നുമില്ല, ഒരു നോർമൽ കുളമാണ്. പക്ഷെ അത് ചെയ്തു വെച്ചാണെന്തോ ആ ആൾക്കാർ ഇരിക്കുന്ന ഉള്ളൊരു ഭംഗിയുണ്ടോ. കുറേ പേര് പട്ടം വിട്ട് കളിക്കുന്നുണ്ട് ഇവിടെ. മൊത്തം പട്ടത്തിൻ്റെ ഒരുപാട് പട്ടം കിടക്കുന്നുണ്ട് മുകളിൽ. എൻ്റെ അവരത് കളിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ടല്ലേ. ഒരു ഇടിവെട്ട് സ്ഥലത്തേക്കാണ് നമ്മളെത്തിയത്. ലക്നൗവിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് എത്ര പേർക്കറിയാം. ഇതിപ്പോൾ പുതിയതായി പണികഴിപ്പിച്ച ഒരു ഹാത്തി ഒരു പാർക്കാണ്. അംബേദ്കർ പാർക്ക് എന്നാണ് എൻ്റെ പേര്.
പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാ കയറുമ്പോൾ തന്നെയുള്ള വ്യൂ നോക്ക്. അത് ഈവനിങ് വരണമെന്ന് കുറേ പേര് വന്നോണ്ട് ഞാൻ ഈവനിങ് വന്നേ. കറക്റ്റ് ആ സൂര്യൻ അതിൻ്റെ മുകളിൽ വരുന്ന പോലെ. ഓ എന്ത് ഭംഗി വെച്ചിട്ടോ. ഉള്ളിലാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ. പോയി നോക്കാം. ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കിയാണ് കണ്ടോ, എന്ത് രസാലേ. ഇത് 20 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. ഇത് ഈവനിങ്ങും നൈറ്റും കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ ഈവനിങ് ആവും. ഇപ്പം തന്നെ ആ കളർ ടോണും ഉണ്ട്. എന്ത് രസമുള്ള കളറല്ലേ. ഭീകര സംഭവം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. അത് മൊത്തം മാൻ മെയ്ഡാണ്, മൊത്തം മാർബിളാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. പല രീതിയിലുള്ള പില്ലറും ഉണ്ട്. ഒരുപാട് പില്ലറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, എന്നാലും ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഷോട്ടുകളുണ്ടാകുന്നത്. അവിടെ ഒരു പോയിന്റിൽ ഒരുപാട് ആനകൾ നിൽക്കുന്ന പോയിന്റ് ഉണ്ട്. ആനകളെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു പോയിന്റ് ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് ആനകളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടോ. മൊത്തം ആനകളെ ഒരറ്റം മുതൽ അറ്റം വരെ ഒരുപാട് ആനകളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഒരേപോലുള്ള ഒരുപാട് ആനകളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാണ്. അത് ഒരു സൈഡല്ല, 2 സൈഡല്ല, അപ്പുറത്തും ഇപ്പുറത്തും വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എണ്ണാൻ പറ്റിച്ചൊന്ന് എണ്ണി നോക്കാവേ. ഒരു സൈഡിൽ മാത്രം 32 ആനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രതിമകൾ. അങ്ങനെ 2 സൈഡും കൂടിയിട്ട് അപ്പോൾ എത്രയായി? 64 പ്രതിമയോളം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തത് ആര് ചെയ്തു? എത്ര വലിയ സൈസ്. 1:1 റേഷ്യോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. എൻ്റെ ബാക്കിലുണ്ടോ ആ പ്രതിമാനകൾ. ഇതേതാണ്ട് 1 ഏക്കറൊന്നുമല്ല, 2 to 3 ഏക്കർ സ്ഥലത്താണ് ഇത് ചെയ്തു വെച്ചാണ്. ഇതാണ് സന്നാരായണ ഗുരു പ്രതിമ. ശ്രീനാരായണ ഗുരു എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു, അതറിയില്ല. അത് വേറെ ആളാണെന്നറിയില്ല. ഇതിൽ എഴുതിയിട്ടുള്ളത് സന്ത് SANT, സന്ത് നാരായണ ഗുരു. ഇതുപോലത്തെ ഒരുപാട് പ്രതിമകൾ കണ്ടോ, ചുറ്റിനും വെച്ചിട്ടുണ്ട്. കണ്ടോ, 1, 2, 3 ഇതങ്ങനെ ചുറ്റിനും ഒരുപാട് പ്രതിമകൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ളത്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ? ലേറ്റ് ഇട്ടപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഭംഗി കണ്ടോ, മൊത്തത്തിൽ മാറിയെന്നുള്ള. ഈ ഒരു ഹോൾ അലങ്കരിച്ച് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. അവിടെ അംബേദ്കർ ഇരിക്കുന്ന പോലെ ഉള്ള ഒരു സ്റ്റാച്യു, അപ്പുറത്ത് അതിനുള്ള ലൈറ്റൊക്കെ ഇട്ട് എന്ത് രസമാണ്. ഇരുട്ടായപ്പോൾ ഇവിടെ ഭംഗി മാറിയത് കണ്ടോ. ഇതുകൊണ്ടാണ് ഇരുട്ടത്തന്നെ വരണം. പകുതി കാണാൻ രാവിലെ നേരം വരണം. അതായത് കുറച്ച് കാണാൻ ഡേ ടൈമും കുറച്ചിൻ്റെ ഭംഗി ഈവനിങ്ങുമാണ്. ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമുക്ക് മേലെ കയറാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ താഴത്തേക്കുള്ള വ്യൂ ആണ് ഇത്. എന്ത് രസമാണ്. ആ ഫുൾ ഏരിയ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. 360 ഡിഗ്രി വ്യൂ. ഇവിടെ 5:30 ആയിട്ടേ ഉള്ളൂ, നല്ല ഇരുട്ടായി. UP ഒരു 5:25 ആകുമ്പോഴേക്കും ഇരുട്ടാവാറുണ്ട്. നമുക്ക് സമയമായി ഇറങ്ങാൻ പോവാം. ഇത് അത്യാവശ്യം നടന്നു കണ്ടു. ഇതിങ്ങനെ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്നതല്ല, നേരിട്ട് വന്ന് കാണേണ്ടതാണ്.